ഹായ്, എൻ്റെ പേര് അക്സ. ഞാൻ പ്രസൻറ്റ് ടെക്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഐവിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. എക്സ്പാർട്ട് ലാബ്സ് ആൻഡ് സ്കാൻസ് എന്നാണ് ഇവരുടെ പേര്. ഞാനൊക്കെ ആണെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും കൂടുതലും എന്താണെന്നുള്ളൊരിതായിരുന്നു. പിന്നെ എല്ലാം എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര ഫാസ്റ്റാണ്. ലൈക്ക് മിനിറ്റ്സുകൾക്കുള്ളിലാണ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പാക്കേജസ് ഒക്കെ അത്യാവശ്യമുണ്ട്. എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് ഉള്ള ആൾക്കാരാണ്. പിന്നെ എല്ലാം നമുക്ക് നന്നായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നന്നായി പറഞ്ഞു തരും. എക്യുപ്മെന്റ്സ് എല്ലാം ഇവരെല്ലാം നല്ല രീതിയിൽ പരിചയപ്പെടുത്തി തന്നു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി. പുതിയ പുതിയ മെഷീൻസും പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ കണ്ട് മനസ്സിലാക്കി ഇവിടുന്ന് അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ക്ലാസ്സും അതിനെപ്പറ്റി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഹായ്, എൻ്റെ പേര് ഷോൺ. ഞാൻ ക്രസൻറ്റിൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നതാണ്. ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അടിപൊളിയായിരുന്നു. എല്ലാ ലാബും പരിചയപ്പെടുത്തി. ഇവിടെ കുറേ മെഷീൻസ് ഉണ്ട്. എല്ലാം ഒരു സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തന്നു. എല്ലാം കൊള്ളായിരുന്നു. അഡ്മിൻസ് ആയാലും റിസപ്ഷനിസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നു. സാമ്പിൾസ്, ടെസ്റ്റ്, അതിനെ പറ്റിയൊക്കെ പഠിക്കാൻ പറ്റി. കുറേ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഇതിലൂടെ ഇവിടുന്ന് മനസ്സിലാക്കാനും പിന്നെ ഇവിടുത്തെ സ്റ്റാഫ്സും അതുപോലെ തന്നെ ഗൈഡ്ലൈൻസും ഒക്കെ നല്ല സപ്പോർട്ടായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലും കുറേയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും പറഞ്ഞു തരികയും ഒക്കെ ചെയ്തു. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നതിന് ഞങ്ങൾക്ക് ഈ എക്സ്പാർട്ടിനോടും ഞങ്ങളുടെ പ്രസിഡന്റിനോടും താങ്ക് യു പറയുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്, ഗൈനക്കോളജിസ്റ്റും കാർഡിയോളജിസ്റ്റും. ഡോക്ടേഴ്സിന്റെ പ്രസൻസിൽ തന്നെയാണ് എല്ലാ ടെസ്റ്റുകളും നടക്കുന്നത്. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക് ആണ്. ഇവിടെയുള്ള സ്റ്റാഫ്സ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നു. എക്സ്പാർട്ട് മെഡിക്കൽ സ്റ്റുഡൻറ്റിൽ വന്നുകൊണ്ട് ഇവിടുത്തെ മെഡിക്കൽ ടെസ്റ്റുകൾ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നതെന്നും ഇവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടുത്തെ സ്റ്റാഫ് വളരെ ഹെൽപ്ഫുള്ളാണ്. ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻറ് ആയതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് ലാബിൽ എന്തെല്ലാം ജോലി സാധ്യതയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റി. ഫ്രണ്ട് ഓഫീസിലായാലും ക്വാളിറ്റി ചെക്കിലും PR ഉം HR ഒക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വന്നത് കുറേ മെഷീൻസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. പുതുതായിട്ട് നമുക്കറിയാത്ത കുറേ കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ സൈഡും നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഈ ഒരു അവസരം റെഡിയാക്കി തന്ന എക്സ്പെർട്ട് ലാബ്സ് ആൻഡ് സ്കാൻസിനും പിന്നെ നമ്മുടെ ക്രസന്റ് എഡ്യൂടെക്കിനും താങ്ക് യു. ഹായ്, എൻ്റെ പേര് ശരണ്യ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു IV ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഗൈഡാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എങ്ങനെ മാക്സിമം ഒരു ലാബ് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും അവരൊക്കെ നമുക്ക് കുറേ മെഷീൻസ്, കുറേ ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ആൻഡ് താങ്ക് യു എക്സ്പെർട്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ഭാഗമായി ഈ ലാബിൽ വന്നപ്പം നമ്മളെ ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. ഈ ഒരു അവസരം ഒരുക്കി തന്ന എക്സ്പെർട്ട് ലാബിനും ക്രസന്റ് എഡ്യൂടെക്കിനും താങ്ക് യു സോ മച്ച്.